ജൂതനാണെന്നറിഞ്ഞതും കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയ ആ സംഭവ വികാസങ്ങൾ അവർക്ക് 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. ഇസ്രായേൽ സ്വദേശികളെന്ന് പറഞ്ഞതോടുകൂടി തന്നെ ജൂതന്മാരെന്ന മുദ്രകുത്തി വെറി കാണിച്ച തേക്കടിയിലെ കശ്മീരി കച്ചവടക്കാരന് മുട്ടൻ പണി. തേക്കടിയിലെത്തിയ ഇസ്രായേൽ സ്വദേശിയായ വിനോദസഞ്ചാരിയെ കടലിൽ നിന്ന് ഇറക്കിവിട്ട സംഭവം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയും അത് റോയുടെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെയും ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വിവാദമുണ്ടാക്കി ആ കാശ്മീരികൾ ഇനി തേക്കടിയിൽ ജോലി ചെയ്യില്ല എന്ന് വ്യക്തമാവുകയാണ്. തുടരന്വേഷണങ്ങൾ ഉണ്ടാകാനുള്ള പശ്ചാത്തലത്തിൽ കശ്മീർ സ്വദേശികളായ പാർട്ട്നേഴ്സിനെ കടയിൽ നിന്നും തൽക്കാലത്തേക്ക് ഒഴിവാക്കാൻ കട ഉടമയ്ക്ക് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ നിർദ്ദേശത്തെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും പിന്തുണച്ചിരിക്കുകയാണ്. വിവാദ സംഭവം തേക്കടിയിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന തിരിച്ചറിവിലാണ് ഇപ്പോഴത്തെ നടപടികൾ. കട തൽക്കാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. ബുധനാഴ്ച രാത്രിയാണ് കുമളി ടൗണിൽ പ്രവർത്തിക്കുന്ന ഇൻക്രെഡിബിൾ ക്രാഫ്റ്റ്സ് എന്ന കടയിൽ ഇസ്രായേൽ സ്വദേശിയായ ഡോവർ വാൽഫർ സാധനം വാങ്ങാനായി എത്തിയത്. കുമളി സ്വദേശിയും 2 കശ്മീർ സ്വദേശികളും ചേർന്നാണ് കട നടത്തുന്നത്. അതുപോലെ തന്നെ ഫുട്പാത്തിലൂടെ നടന്നുപോയപ്പോൾ കടയിലുള്ളവർ വിളിച്ചു കയറ്റുകയായിരുന്നു. വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനിടയിൽ സ്വദേശത്തുള്ള ബന്ധുവിനോട് ഇവർ മൊബൈലിൽ ഹീബ്രു ഭാഷയിൽ സംസാരിച്ചു. ഇത് കേട്ട കടയിൽ ഉണ്ടായിരുന്ന ഉടമകളിൽ ഒരാളും കശ്മീർ സ്വദേശിയുമായ ഹയാസ് അഹമ്മദ് അറാത്തർ ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിക്കുകയായിരുന്നു. ഇസ്രായേൽ സ്വദേശിയാണെന്ന് പറഞ്ഞതോടുകൂടി ഈ ഹയാസിന്റെ മട്ടും ഭാവവും മാറിമറിഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ നിന്നും സാധനങ്ങൾ തരില്ല എന്ന് പറയുകയും കടയിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് ആവശ്യപ്പെട്ട് ഒച്ച വെക്കുകയും ഒക്കെ ചെയ്തു. തുടർന്ന് ലൈറ്റും അണച്ചു. ഭയന്നുപോയ വനിതാ സഞ്ചാരി വേഗം പുറത്തിറങ്ങിയ ഭർത്താവിനെയും ടാക്സി ഡ്രൈവറെയും വിളിച്ചു. ഇവരെത്തി കടയുടമയോട് സംസാരിച്ചു. ബഹളം കേട്ട് സമീപത്തുണ്ടായിരുന്ന കടക്കാരും ഡ്രൈവർമാരും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികളും പ്രശ്നത്തിൽ ഇടപെടുകയുണ്ടായി. ഇതോടെ ഹയാസ് അഹമ്മദ് അറത്താർ മാപ്പ് പറഞ്ഞ് തടിയൂരി. അതേസമയം തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറഞ്ഞതിനാൽ പരാതിയില്ല എന്ന് ഇരുവരും പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. വിദേശികൾക്ക് അപമാനം നേരിട്ട സംഭവം ആയതിനാൽ കശ്മീർ സ്വദേശികളായ 2 പേരെയും കടയിൽ നിന്നും ഒഴിവാക്കാൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. തേക്കടിയിലെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കശ്മീർ സ്വദേശികളുമായുള്ള പാർട്ട്ണർഷിപ്പ് ഒഴിവാക്കാൻ വ്യാപാര വ്യവസായ ഏകോപന സമിതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കട തൽക്കാലത്തേക്ക് അടച്ചിടും. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പരാതി ഇല്ലാത്തതിനാൽ കൂടുതൽ അന്വേഷണം വേണ്ടെന്നാണ് പോലീസിന്റെ നിലപാട്. കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കാശ്മീർ സ്വദേശികളുടെ കടയിൽ നിന്നാണ് ഇസ്രായേലുകാരെ ഇറക്കിവിട്ടത്. ഈ കടയുടമകൾ കടയിലെത്തുന്നവരോട് രാജ്യം ചോദിക്കുന്നത് പതിവാണെന്നും ഇതിന്റെ പേരിൽ മുമ്പും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുമാണ് അറിവ്. ഈ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ കടയുടമകൾക്കെതിരെ ഉയർത്തുന്നത്. ഈ കടയ്ക്ക് അടുത്തും കശ്മീരികളുടെ മറ്റ് കടകളുണ്ട്. അവരൊന്നും ഇസ്രായേലി ദമ്പതികൾക്ക് സാധനം നൽകുന്നതിൽ വിമുഖതയും കാട്ടിയിട്ടില്ല. ഈ ഒരു കട മാത്രമാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് പ്രദേശത്തെ വ്യാപാരികളും പറയുന്നത്. സത്യത്തിൽ ഇത് കേരളത്തിൽ തന്നെ നാണക്കേടായി മാറുന്ന സാഹചര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരള സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ വിരുദ്ധനായിട്ടുള്ള മുദ്രാവാക്യവും ഇസ്രായേൽ വിരുദ്ധതയ്ക്കെതിരെ നില ഉറപ്പിക്കുന്ന പിണറായി മന്ത്രിസഭയാണ്, അല്ലെങ്കിൽ പിണറായി ഭരിക്കുന്ന നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായ അറിവുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായ അഭിപ്രായമുണ്ട്. അവർ ഏത് നിലപാടും സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാണ്. പക്ഷേ ഇവിടെ ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിന്റെ കൂടി വികാരം കണക്കിലെടുത്തുകൊണ്ട് കടയുടമകൾ ഒന്നടക്കം, അല്ലെങ്കിൽ ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കടയുടമ പാർട്ട്നേഴ്സുമാരെ മാറ്റുകയും വ്യാപാര വ്യവസായ ഏകോപന സമിതി ഇതിൽ കൃത്യമായി ഇടപെടുകയും ചെയ്യുന്നത്. സത്യത്തിൽ ടൂറിസം മന്ത്രി നേരിട്ട് ഇടപെടേണ്ട സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ടെന്ന് വേണം പറയാൻ. കാരണം ഇന്ന് ഒരു ഇസ്രായേലിക്ക് സംഭവിച്ചുവെങ്കിൽ ദേശീയ തലത്തിലടക്കം ഈ ഒരു വാർത്ത ശ്രദ്ധ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റുള്ള ഇസ്രായേലികളും ഈ കാര്യത്തെ ഓർത്ത് ഭയക്കും. ഇത് തേക്കടിയിൽ മാത്രമല്ല നടന്നിരിക്കുന്നത്. കോവളത്തും കൊച്ചിയിലും മറ്റു പലയിടങ്ങളിലും പലർക്കും ഇതൊക്കെ സംഭവിക്കാറുണ്ട് എന്ന് പറയുന്നു. പക്ഷെ വാർത്തകളായി പുറത്തു വരുന്നില്ല. ഇപ്പോഴിതാ വാർത്തകളായി വരുമ്പോഴാണ് കൃത്യമായ ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്നത്. വിവാദ സംഭവം കേരളത്തിന് നാണക്കേടുണ്ടായതോടുകൂടി നാട്ടുകാർ അതിവേഗം ഇടപെടലാണ് നടത്തിയത്. ഡ്രൈവർ സിദ്ധാർത്ഥൻ നടത്തിയ നീക്കത്തിനൊടുവിൽ കടക്കാർ മാപ്പ് പറയുകയും ചെയ്തു. വീഡിയോ വൈറലായതോടുകൂടി അന്വേഷണത്തിന് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും എത്തി. കേന്ദ്ര ഇന്റലിജൻസും റോയും തേക്കടിയിലേക്ക് വരികയുണ്ടായി. വ്യാപാരികളും ഇസ്രയേലികൾക്കെതിരെ നിലപാടെടുത്ത കടയ്ക്ക് എതിരാവുകയുണ്ടായി. ഈ പ്രശ്നത്തിന്റെ വീഡിയോ അതിവേഗം വൈറലായതോടുകൂടിയാണ് നയതന്ത്ര തലത്തിലെ ഇടപെടൽ കേന്ദ്ര ഏജൻസികളും തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് വിവരശേഖരണത്തിന് IBയും റോയും ഓടിയെത്തിയത്. നിലവിൽ പ്രശ്നമൊന്നുമില്ല എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കട നടത്തിപ്പുകാരുടെ ചരിത്രവും പശ്ചാത്തലവും എല്ലാം IBയും റോയും ശേഖരിക്കും. പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തുന്നുണ്ട്. ഇസ്രായേൽ എംബസിയും ഈ വിവാദം ശ്രദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ അവർ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല. നാട്ടുകാരുടെ പിന്തുണ കിട്ടിയതിൽ ഇസ്രായേലി
ദമ്പതികളും സന്തുഷ്ടരാണെന്ന് വ്യക്തമാവുകയാണ്. അതേസമയം ഇസ്രയേലിലേക്ക് കൂടി വരികയാണെങ്കിൽ നിലവിലെ യുദ്ധ അന്തരീക്ഷം നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ ലബനനിലെ കിഴക്കൻ ബാൽബക് മേഖലയിലെ പ്രധാന സിവിൽ ഡിഫൻസ് കേന്ദ്രം ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. ഡിഫൻസ് കേന്ദ്രത്തിലെ 8 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായാണ് വിവരം. മരണപ്പെട്ടവരിൽ 5 പേർ സ്ത്രീകളാണ്. 27 പേരെ ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലപ്പെട്ടവരുടെ ശരീരഭാഗങ്ങൾ വീണ്ടെടുക്കുകയും രക്ഷാപ്രവർത്തനം തുടരുകയും ചെയ്തതായാണ് ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത്. അതേസമയം സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ ഈ പാർപ്പിട സമുച്ചയങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. ഡമാസ്കസിലെ മസാഹിലും ഈ ഗുദ്സയിലുമാണ് ആക്രമണം നടന്നത്. ഫലസ്തീൻ സായുധ പ്രസ്ഥാനമായ ഇസ്ലാമിക് ജിഹാദിന്റെ താവളങ്ങളിലാണ് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. ഗസ യുദ്ധം ആരംഭിച്ച ശേഷം സിറിയയിലെ ഹിസ്ബുള്ള താവളങ്ങളിൽ ഇസ്രായേൽ പലവട്ടമാണ് ആക്രമണം ശക്തമാക്കുന്നത്.